നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിലാട്ടോ. അടുത്ത ആഴ്ച ആറ്റുകാൽ ഉത്സവം തുടങ്ങുകയാണ്. ഫെബ്രുവരി 23 തുടങ്ങും. മാർച്ച് 3 പൊങ്കാല. ഇപ്രാവശ്യം പൊങ്കാല ഇടാൻ പറ്റുമോ എന്നുള്ളതിൽ വലിയ സംശയമുണ്ട്. കാരണം ചീമയുടെ ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്ത് വരികയാണ്. എപ്പോഴായതാണെന്നും ഒരു ഐഡിയ ഇല്ല. പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്പലത്തിലൊന്നും കുറച്ച് നാൾ കയറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഇന്ന് പോയി ദേവിയെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ഉത്സവം തുടങ്ങിയാൽ ഭയങ്കര തിരക്കാട്ടോ. ഇന്നിപ്പോൾ ചീമയ്ക്ക് ലാസ്റ്റ് സ്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നെങ്ങാനും അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് പോയിട്ട് ചീമ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണാൻ കൂടി ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറി. ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് ഫോണ് വണ്ടിയിലിട്ടിട്ടാണ് പോയത്. പുറത്തൊക്കെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിൽ സഹിക്കാൻ വയ്യ, ചൂട് അതിനേറെ ചൂടും. എങ്ങനെ ഇപ്രാവശ്യം എല്ലാവരും വന്ന് പൊങ്കാല ഇടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനും ആയാലും എനിക്ക് ഇവിടെ വന്ന് ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലാണ് ഇട്ടത്. വീട്ടിലിട്ടിട്ടൊരു തൃപ്തിക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ വെയിലത്ത് എങ്ങനെ പറ്റുമെന്നുള്ള കാര്യം അത്രയ്ക്ക് ചൂടുണ്ട് കേട്ടോ. പക്ഷെ എത്ര വെയിലും ചൂടുമൊക്കെ ആണെങ്കിലും നമുക്ക് ആ പൊങ്കാല ഇടേണ്ട സമയം ഒരു എനർജി ആറ്റുകാലമ്മ നമുക്ക് എല്ലാവർക്കും തരും അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഇടാൻ പറ്റുന്നതിൽ ഒരു 90% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഇടാൻ പറ്റിയില്ല എങ്കിലും പൊങ്കാല ഇടുന്ന കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ലൈഫിൽ ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആൾക്കാർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുക, അന്നദാനം പോലെയോ അല്ലാതെയൊക്കെ. അന്നദാനമായിട്ട് ഞാൻ വച്ചുണ്ടാക്കി കൊടുക്കണ ഒരു പരിപാടി ഞാനിപ്പോൾ ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് നടക്കണേ എന്നാണ് പ്രാർത്ഥന. ഞാൻ അമ്പലത്തിൽ കയറി. അമ്പല പരിസരമൊക്കെ ഒന്ന് കണ്ടല്ലോ. അവിടെ ഉത്സവത്തിൻ്റെ ഗംഭീര ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചീമ ഇപ്പോൾ കാണിക്കുന്നത് PRS ഹോസ്പിറ്റലാട്ടോ. ആദ്യം ക്രെഡൻസിലായിരുന്നു. നമുക്ക് അവിടെ ഭയങ്കര ദൂരമാട്ടോ. പെട്ടെന്നൊരു എമർജൻസിയൊക്കെ വന്നാൽ കൊണ്ടുപോകാനായിട്ട് നല്ല ദൂരമുണ്ട്. കുറച്ചുകൂടെ അടുത്ത് PRS, ഭയങ്കര അടുത്തെന്നല്ല പറയുന്നത്, കുറച്ചുകൂടെ അടുത്ത് PRS ആയതുകൊണ്ടാണ് PRSലേക്ക് മാറ്റിയത്. കിംസിൽ പോകാനായിരുന്നു ഏറ്റവും ആഗ്രഹം. പക്ഷേ കിംസും ഇതുപോലെ ദൂരം കൂടുതലായതുകൊണ്ടാണ്. എമർജൻസി ആയാൽ നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് കിംസും ക്രെഡൻസും ഒക്കെ ഒഴിവാക്കിയിട്ട് PRSലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് ചീമയുടെ ഫൈനൽ സ്കാനാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ഫൈനൽ സ്കാനിന് വരുമ്പോൾ അഡ്മിറ്റ് ആവാനൊക്കെ പറയും. ചീമയ്ക്ക് നല്ല ക്ഷീണം, ഭയങ്കരമായിട്ട് ആൾ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി എങ്ങാനും അഡ്മിറ്റ് ആവാനെങ്ങാനും പറഞ്ഞാലോ എന്നൊക്കെ കരുതിയിട്ട് ഞാനും കൂടി ഒന്ന് എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പോൾ ഒന്ന് ആറ്റുകാൽ അമ്പലത്തിലൂടെ പോയിട്ട് വരാം എന്ന് കരുതി. PRSന് അടുത്താണല്ലോ ആറ്റുകാൽ. ഞാൻ പിന്നെ അമ്പലത്തിൽ പോയിട്ടാണ് PRSലേക്ക് വന്നത്. അവർ ടോക്കണൊക്കെ എടുത്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അതുകൊണ്ട് തന്നെ സ്കാനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഡോക്ടറും പെട്ടെന്ന് വിളിച്ചു. ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഓടി വന്നോളണം, അതിന് വെയിറ്റ് ചെയ്യരുത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വന്നോളണം, ഇല്ലെങ്കിൽ 2 വീക്സ് കഴിഞ്ഞിട്ട് വന്നാൽ മതി, എല്ലാം ഓക്കെയാണ്. കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ നോർമൽ ആവാൻ വേണ്ടിയാണ് ഈ എക്സസൈസൊക്കെ തരുന്നത്. അതൊരു മടിയും കൂടാണ്ട് ചെയ്താൽ നോർമലായിരിക്കും, അല്ലെങ്കിൽ C-സെക്ഷനിലേക്ക് പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു ഡോക്ടർ കേട്ടോ. അങ്ങനെ ഡോക്ടറെ എല്ലാം കണ്ടു. എന്നിട്ട് ചീമ സച്ചനും കൂടെ എന്നെ നിർബന്ധിച്ചു നിന്നാൽ ബിരിയാണി കഴിച്ചിട്ട് പോകാമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ ഡയറ്റാണല്ലോ. വർഷത്തിലൊരിക്കൽ ഡയറ്റും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ ആ വർഷത്തിലൊരിക്കൽ ഇന്ന് ഞാൻ ഡയറ്റാണ്, ഞാൻ കഴിക്കുന്നില്ല. നിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനെങ്കിലും ഒരു 55 കിലോ ആവാനാണ് ആഗ്രഹം. 50 കിലോ ടാർജറ്റ് ഇട്ടിരുന്ന ആൾ 60 കിലോയിലേക്ക് എത്തി കേട്ടോ. 55 കിലോ ആയിരുന്നു എൻ്റെ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ 60ലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയും ഒരു 55 കിലോ ആക്കാൻ 6-7 മാസം കൊണ്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. അതങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിൻ്റെ കുഞ്ഞിൻ്റെ നൂല് കെട്ടിനെങ്കിലും ഒരു 55 കിലോ ആവാൻ പറ്റെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. എങ്കിലും മനസ്സിലൊരു വിഷമമുണ്ട്, ഒരു ബിരിയാണി മിസ്സായല്ലോ എന്നുള്ള. അപ്പോൾ ചീമ പറഞ്ഞ് എങ്കിൽ പിന്നെ നീ പകുതി കഴിക്കും, ബാക്കി വേദയ്ക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പകുതിയും കഴിക്കുന്നില്ല. പകുതി കഴിച്ചാൽ കയ്യിൽ നിന്ന് പോയേട്ടോ. കഴിച്ചാൽ നമ്മൾ വിശാലമായിട്ട് കഴിക്കണം, അല്ലാതെ പകുതി കഴിച്ചിട്ട് എന്താ. അതുകൊണ്ട് പകുതിയൊന്നും പറ്റില്ല, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അവർ ടാബ്ലറ്റ്സും അടുത്ത വരേണ്ട ദിവസത്തെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പതിയാണ് പോയത്. അപ്പോൾ എന്തായാലും ബേബിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എത്രയും പെട്ടെന്ന് ബേബി വരണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. സത്യം പറഞ്ഞാൽ കണ്ടോളാൻ കൊതിയായിട്ട് വയ്യ, എല്ലാവർക്കും അതെ. എങ്കിലും ബേബിക്ക് വരേണ്ട സമയമാകുമ്പോഴല്ലേ വരത്തുള്ളൂ. നമ്മൾ അല്ലാതെ വരണമെന്ന് പറഞ്ഞ കാര്യമുണ്ടോ.
പതിയെ വന്നാൽ മതി, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി പതിയെ വന്നാൽ മതി. എങ്കിലും കാണാൻ ഒരുപാട് കൊതി കൂടുന്നു. നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? എന്തായാലും പെട്ടെന്ന് വരട്ടെ അല്ലേ, ഒരു ഹെൽത്തി ബേബിയെ കിട്ടട്ടെ, ഗേളായാലും ബോയ് ആയാലും ഓക്കെ. എന്നിട്ട് അവരെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാനങ്ങ് പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. സത്യമായിട്ടും ഭയങ്കരമായിട്ട് വിശപ്പെട്ടു. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഹെവി ആയിട്ടാണ് കഴിച്ചത്. എന്നിട്ട് എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു. ഇങ്ങനെ മിക്സ്ചർ കഴിക്കാൻ തോന്നുന്നു, പപ്സ് കഴിക്കാൻ തോന്നുന്നു, കടലമാവിൽ മുക്കിയിട്ട കപ്പലണ്ടി കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ അതുവഴി ഇങ്ങനെ പഴംപൊരിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സ്നാക്സ് വേണോ എന്ന് ചോദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ സച്ചിൻ ചോദിച്ചു പഴംപൊരി എങ്ങാനും വേണോ? ഞാൻ പറയും ഇവിടുത്തെ പഴംപൊരി നല്ല ടേസ്റ്റാണ്. കാരണം അച്ഛൻ ഇവിടെ ആയിരുന്നു അച്ഛൻ്റെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ അച്ഛനെ കിടക്കുമ്പോൾ നമ്മളിത് വഴി കൊണ്ടുവന്ന് പഴംപൊരിയൊക്കെ കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സച്ചിൻ ചോദിച്ചു പഴംപൊരി വേണോ? ഞാൻ പറയും ഒന്നും വേണ്ട. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പോകുന്ന വഴിക്ക് കടയിൽ കയറി ദേവിൻ്റെ ചിപ്സും മിക്സ്ചറും നമ്മുടെ കടലമാവിൽ മുക്കിയ കപ്പലിൻ്റെയും വാങ്ങാനാണ് കയറിയത്. ചിപ്സ് കണ്ടിട്ട് വെളിച്ചെണ്ണയിൽ മുക്കിയ ചിപ്സാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് പാം ഓയിലിൽ മുക്കിയ അഴുക്ക എണ്ണയിൽ മുക്കിയ ചിപ്സാണ് ഇഷ്ടം. കണ്ടിട്ട് നല്ല എണ്ണയിൽ മുക്കിയ ചിപ്സ് പോലെ ഇരുന്നു, അതുകൊണ്ട് അതെടുത്തില്ല. നമ്മുടെ കടലമാവിൽ മുക്കിയ കപ്പലണ്ടി നോക്കിയിട്ട് ഒരു അരമണിക്കൂറോളം നിന്ന് ഞാൻ അവിടെ അരിച്ച് പറക്കുക കേട്ടോ. ദേവിൻ്റെ മാത്രമില്ല. ഇപ്പോൾ ഇന്നാൾ നോക്കിയപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ വരുന്നില്ല എന്തോ അറിയത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് മിക്സ്ചറും വാങ്ങിച്ച് ഞാൻ വീട്ടിൽ പോയി. അപ്പോഴേക്കും അവിടെ ഒരു ഷുഗർ ഫ്രീ ഐസ്ക്രീമും കണ്ടു, പിന്നെ എന്താണ് ഒരു എനർജി ബാറും കണ്ടു. ഇത് രണ്ടും ഞാൻ വാങ്ങിച്ച് രണ്ടും കഴിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കുറച്ച് മിക്സ്ചറും കഴിച്ചു. ഡയറ്റ് എങ്ങനെയുണ്ട്? ഡയറ്റ് മിക്സ്ചറും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ടുള്ള ഡയറ്റ്. ഐസ്ക്രീം ഷുഗർ ഫ്രീ ആട്ടോ കഴിച്ചത്. പക്ഷേ എനിക്ക് ദാഹവും ചൂടും വെയിലും എല്ലാം കൂടി വന്നിട്ട് ഭയങ്കര ഇരുന്ന് ദാഹം തന്നെ. എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല, ചൂട് പറ്റുന്നില്ല. മൊത്തത്തിൽ എല്ലാവരുടെയും കാര്യം പറഞ്ഞതാണ് കേട്ടോ. ഈ പോവുകയാണെങ്കിൽ കേരളം നിന്ന് കത്തും കേട്ടോ, അത്രയ്ക്കും വേണ്ടി ചൂടും വെയിലുമാണേ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ വേദയും ഞാനും കൂടി, വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, ട്യൂഷനെല്ലാം ആക്കിയിട്ട് വന്നു. അപ്പോഴാണ് വാഷിംഗ് മെഷീൻ അടിച്ച് കിടക്കുകയാണല്ലോ എന്നറിഞ്ഞത്. പിന്നെ ആ വാഷിംഗ് മെഷീനിൽ കിടന്ന തുണികളെല്ലാം കൂടി വാരി പറക്കി മുകളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടു. പിന്നെ എന്താണ്, എന്നെ വേറെ പരിപാടിയൊന്നുമില്ല. സത്യമായിട്ടും ഈ ചൂട് കാരണം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. AC ഇട്ടിട്ട് പോലും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം അത്രയ്ക്കും വേണ്ടി ചൂടുണ്ട് കേട്ടോ. വെള്ളം ദാഹവും, നാരങ്ങ വെള്ളം കുടിക്കുന്നു, മോര് കുടിക്കുന്നു, എന്തൊക്കെയോ കുടിച്ചിട്ടൊന്നും അതാവൊന്നും മാറുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ തന്നെ വിയർത്ത് കുളിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്ത് ചെയ്യില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണെങ്കിൽ ആ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് തോന്നുന്നു അവിടുത്തെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കേരളത്തിനൊന്നും. എന്താണ് പറ്റിയെന്നറിയില്ല അല്ലേ. സാധാരണ ഇടയ്ക്കൊരു മഴ വരാറുള്ളല്ലേ, ഇപ്പം മഴയും ഇല്ല കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ തുണിയൊക്കെ കൊണ്ടുപോയി വിരിച്ചല്ലേ പറ്റൂ. നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്തില്ലേ പറ്റൂ. അല്ലാതെ ചൂടാണ്, മഴയാണ്, വെയിലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ജോലി ക്ഷീണം കൊണ്ട് ഇരിക്കാൻ പറ്റുമോ? ഭയങ്കര ക്ഷീണം കേട്ടോ. അത് ചൂടിൻ്റെ ഒരു ഇതാണ്, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ മുകളിൽ കയറിയപ്പോൾ ഇവിടെ നിന്നാൽ നല്ല കാറ്റ് കിട്ടും കേട്ടോ, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ഈ സൂം ചെയ്യുന്നത് അവിടെ ഒരു റെഡ് ലൈറ്റ് കാണാം. ആ റെഡ് ലൈറ്റാണ് രാമചന്ദ്ര, തിരുമല രാമചന്ദ്രയാണ്. ഇതിലിപ്പോൾ ആ റെഡ് ലൈറ്റ് ഒന്നും കാണുന്നില്ല, ഒരു ബ്ലൂ ലൈറ്റ് കാണാൻ തോന്നുന്നു. അത് തന്നെയാണ് രാമചന്ദ്ര മിന്നി തിളങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തിരുമല രാമചന്ദ്ര കാണാം, മുക്കുന്നിമല കാണാം, നല്ല തണുത്ത കാറ്റ് കിട്ടും. നല്ല വ്യൂ ആട്ടോ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ. കാരണം നമ്മുടെ വീട് കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ടെറസിൻ്റെ മുകളിലൂടെ കയറുമ്പോൾ നല്ല വ്യൂ ആണ്. അത് പകലായാലും വൈകുന്നേരം ആയാലും നല്ല വ്യൂ ആണ്. നല്ല തണുത്ത കാറ്റും കിട്ടും കേട്ടോ ഇവിടെ കയറിയാൽ. പക്ഷേ വീടിൻ്റെ വെളിയിലോ അകത്തോ ഇരിക്കാൻ പാടില്ലാത്ത ചൂടാണ് കേട്ടോ, അത്രയ്ക്കും വേണ്ടി ചൂട്. തുണി വിരിക്കാൻ കയറിയപ്പോഴാണ് ഇന്നലെ വിരിച്ച തുണി ഇതുവരെ എടുത്തില്ലല്ലോ എന്ന് കണ്ടത്. പിന്നെ ആ തുണികളെല്ലാം കൂടി എടുത്തു. അപ്പോഴേക്കും വേദത ഇവിടെ ഗാനമേള നടത്തുകയാണ്. ഞാൻ പറഞ്ഞൊന്നും മിണ്ടാതിരിക്കും വെച്ചേ, എൻ്റെ പാട്ടെല്ലാവരും കേൾക്കട്ടെന്നും പറഞ്ഞാണ് വേദ പാടുന്നത്. ഞാനതെല്ലാം കൂടി മ്യൂട്ട് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ അൺമ്യൂട്ട് ചെയ്താൽ പാടി. ഞാനെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവറല്ലേ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഈ ഒരു കുഞ്ഞ് ബിറ്റ് മാത്രമാണ് മ്യൂട്ട് ചെയ്യേണ്ടതെന്ന് കേട്ടോ. എന്ത് കളവാണി മറ്റേ ട്രെൻഡിങ് സോങ് ഉണ്ടല്ലോ, അതാണ് പാടുന്നത് കേട്ടോ. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി പേടിച്ച് നിൽക്കുക കേട്ടോ വേദ. എന്നിട്ടെന്താണ്, ആ തുണികളെല്ലാം ഉണങ്ങിക്കിടന്ന തുണികളെല്ലാം മാറ്റിയിട്ട് നമ്മുടെ നനഞ്ഞു കിടക്കുന്ന വാഷിംഗ് മെഷീനിൽ അടിച്ച് കിടക്കുന്ന തുണികളെല്ലാം വിരിച്ചിടുക കേട്ടോ. ഇപ്പം എന്നും ഇത് തന്നെയാണ് പണി. വേദയുടെ യൂണിഫോമും കൂടി കൊണ്ടുവന്നിട്ടാണ് വാഷിംഗ് മെഷീൻ ഇടുന്നത്. ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് വാഷിംഗ് മെഷീൻ്റെ കാര്യം ഓർക്കുന്നത്. പിന്നെ വൈകുന്നേരം തുണിയെല്ലാം വിരിച്ചിട്ടാണ് ബാക്കി പരിപാടികളെ. അങ്ങനെ ഇവിടെ ലൈറ്റ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. തുണികളെല്ലാം വിരിച്ചിട്ട് താഴെ വന്നു. അടുത്തത് ഈ ഉണങ്ങിക്കിടന്ന തുണികൾ ഇനി മടക്കി വെക്കണ്ടേ. വേദയുടെ തുണികൾ വേദ തന്നെ മടക്കി വെക്കും, ഞാൻ അങ്ങിട്ട് കൊടുക്കും കേട്ടോ. അവളങ്ങ് മടക്കി വെച്ചോളും. ഇപ്പോൾ അതൊരു ശീലമാക്കി, അല്ലെങ്കിൽ അതും കൂടി ഞാൻ മടക്കി വെക്കേണ്ടി വന്നാനേ.
പിന്നെ നമ്മുടെ തുണികളുണ്ട്, അതെല്ലാം മടക്കി വെക്കേണ്ടത് മടക്കി വെക്കും. പിന്നെ അയൺ ചെയ്യാനായിട്ട് കുറേ ഉണ്ട്. ഒരു ദിവസം വീട്ടിൽ എന്തൊക്കെ ജോലിയാന്ന് നോക്കണേ. കഞ്ഞി വെക്കണം, കറി വെക്കണം, അടിച്ചു വാരണം, കഴുകണം, തുടയ്ക്കണം. ഇന്ന് എനിക്ക് ബാത്റൂം ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് എൻ്റെ പണി പാളി. പക്ഷേ ഇന്ന് ഞാൻ ഡോബിയെ വിട്ടില്ല. കാരണം എനിക്ക് ചീമയ്ക്ക് 12 മണിയാകുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഡോബിയെ വിടാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ബാത്റൂം കഴുകൽ, പിന്നെ മുറ്റമെല്ലാം അടിച്ച് വാരലൊക്കെ ഉണ്ടായിരുന്നു. തുണികൾ വിരിക്കൽ, കഴുകൽ, പറക്കൽ. ഇത് കഴിഞ്ഞിട്ട് ഇനിയുണ്ടോ? രാത്രി ആയാലും ജോലി തന്നെ. പുട്ടവിക്കൽ, മീൻകറി ചൂടാക്കൽ, അത് ചൂടാക്കൽ, ഇത് ചൂടാക്കൽ. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഉറങ്ങും. വീണ്ടും രാവിലെ എഴുന്നേക്കും, വീണ്ടും ജോലി തുടങ്ങും. എനിക്ക് വയ്യേ. എൻ്റെ കാര്യമല്ല, എല്ലാവരുടെ കാര്യം ഇതൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ ഇന്ന് വൈകിട്ട് ഡിന്നറിന് രാവിലെ ചീര മെഴുക്കുവരട്ടി വെച്ചു കേട്ടോ. ഇത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമുള്ള ഒരു പരിഷ്കാരമാണ് ചീര മെഴുക്കുവരട്ടി. എനിക്ക് ഇഷ്ടമല്ല, വേദയ്ക്കും ഇഷ്ടമല്ല. ഞങ്ങൾ ചീര തോരനേ വെക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഏട്ടന് ജീവനാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ മാത്രമല്ലേ ഉച്ചയ്ക്ക് കഴിക്കാറുള്ളൂ. വേദയ്ക്ക് രാവിലെ ഞാൻ ചോറും തൈരും ഒക്കെയാണ് കൊടുത്തു വിട്ടത്. ഇത് ഇന്നലത്തെ മീൻകറിയാണ്. ഇവിടെ സാധാരണ ഇന്നലത്തെ സാധനങ്ങളൊന്നും പോവാറില്ല. ഇന്നലത്തെ മീൻകറി മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ ചീര മെഴുക്കുവരട്ടിയും പിന്നെ പുട്ടും വേവിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാളത്തേക്ക് വേണ്ടിയിട്ട് ചോറെല്ലാം ഇടാണ്. നാളെ വേദയ്ക്ക് പരിപ്പും പപ്പടവും. ഒരു ദിവസം തൈരും ചോറും, ഒരു ദിവസം പരിപ്പും പപ്പടവും, പിന്നെ ഒരു ദിവസം ഇതുപോലെ ചപ്പാത്തിയൊക്കെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കൽ. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ആഴ്ചയിൽ 5 ദിവസം സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അരി ഉഴുന്നൊന്നും അരച്ച് വെക്കാത്തതുകൊണ്ട് എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന ആലോചനയിലാണ് ഞാൻ നാളെ. ഞാൻ പരിപ്പ് കറി വെക്കുന്നത് കൊണ്ട് ഉറട്ടി നല്ലൊരു കോമ്പിനേഷനാണ്. അതിന് ഏട്ടൻ കഴിക്കുമോ അറിയത്തില്ല. കഴിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അരിയെല്ലാം കഴുകി അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇതൊന്ന് തിളപ്പിച്ച് വയ്ക്കും. നാളെ ഒന്നുകൂടി തിളപ്പിച്ച ശേഷം ഊറ്റിയെടുക്കും. അപ്പോഴേക്കും ചോറാവും. ഞാൻ ക്യാമറ സ്റ്റാൻഡിൽ അതിഗംഭീരമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും വേദ അതുവഴി കറങ്ങി നടക്കുന്നു. അങ്ങനെ ഞാൻ വേദയോടൊരു സഹായം അഭ്യർത്ഥിച്ചു. വേദ, ചക്കരേ മക്കളെ, ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് ചോദിച്ചപ്പോൾ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ വേദയ്ക്ക് എക്സാം പോർഷൻസും ടൈം ടേബിളും ഒക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പഠിക്കാണ്ട്, എനിക്ക് ഒരുപാട് എഴുതാനും പഠിക്കാനും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാവം വന്ന് എനിക്ക് വീഡിയോ എടുത്ത് തന്നു കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല. ഈ വീട്ടിലെങ്ങനെ ചുമ്മാ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പഠിക്കാനൊക്കെ നിറയുണ്ട്, പോർഷൻസ് കിട്ടിയിട്ടുണ്ട്. ഫൈനൽ എക്സാം അല്ലേ, കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇഷ്ടം പോലെ പഠിക്കാനായിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ടൈം ടേബിളും പോർഷൻസൊക്കെ കിട്ടിയോ? എൻ്റെ അമ്മോ, അത് ആ ഒരു കടമ്പ എക്സാം എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊക്കെ വരുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ. അയ്യോ, പഠിച്ചിരുന്ന കാലത്തൊക്കെ എക്സാം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മോ, അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു എന്തോ പോലെയാണ്. ശരി, എന്തായാലും അരിയെല്ലാം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീൻകറി ചൂടാക്കാനായിട്ട് വെച്ചു, മെഴുക്കുവരട്ടി ചൂടാക്കാനായിട്ട് വെച്ചു, പുട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പുട്ട് കിറ്റിക്കകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് അത് വേവിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു കലം വെള്ളം കൂടി നാളത്തേക്ക് വേണ്ടി തിളപ്പിക്കണം. വേറെ ഒന്നുമില്ല കേട്ടോ. വെള്ളം കുടിച്ചു സത്യം പറഞ്ഞാൽ വയ്യ, അത്രയ്ക്ക് വേണ്ടി ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താണ്, ആരൊക്കെ പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട്? ഞാൻ പൊങ്കാല സാരീസ് കുറച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉടനെ നമുക്ക് പൊങ്കാല സാരീസൊക്കെ വരും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് പൊങ്കാല സാരീസാണ്. പൊങ്കാല സാരീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കോട്ടൺ സാരീസ് ആയിരിക്കും. നെക്സ്റ്റ് വീക്ക് നമ്മുടെ സാരീസ് എത്തത്തുള്ളൂ. അപ്പോൾ ഞാൻ സാരീസ് എത്തുമ്പോൾ അറിയിക്കാം. കുറച്ച് കോഡ് സെറ്റും കുർത്തീസും ഒക്കെ അതുപോലെ നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ.